PCOD പരമ്പരയിലെ 5ാമത്തെ വീഡിയോ ആണ് നിങ്ങൾ കാണുവാൻ പോകുന്നത്. ആർത്തവ ചക്രത്തെ നിയന്ത്രിക്കുകയും സ്വാധീനിക്കുകയും ചെയ്യുന്ന പ്രധാന ഘടകങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണുവാൻ പോകുന്നത്. ഇതിനെക്കുറിച്ചെല്ലാമുള്ള അറിവ് PCODയെ പ്രതിരോധിക്കുവാനും PCODക്കെതിരെ പൊരുതുവാനും അതിനെ നല്ലവണ്ണം നേരിടുവാനും നമ്മളെ ഒരുപാട് സഹായിക്കുമെന്നതിനാൽ ഞാൻ ഈ വീഡിയോ PCOD പരമ്പരയിൽ ഉൾപ്പെടുത്തുകയാണ്. നമസ്കാരം, മൈൻഡ് ബോഡി ടോണിക്കിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഡോക്ടർ സീത. PCOD പരമ്പരയിലെ 5ാമത്തെ വീഡിയോ ആണ് ഇത്. എനിക്കറിയാം PCOD എങ്ങനെയാണ് പെട്ടെന്ന് മാറ്റുക, PCOD ഉള്ളവർ പെട്ടെന്ന് എങ്ങനെയാണ് ഗർഭിണിയാവുക, എങ്ങനെയാണ് അബോർഷനൊന്നും വരാതെ ശ്രദ്ധിക്കുക, ഇതിനെക്കുറിച്ചെല്ലാമുള്ള വീഡിയോസ് കാണുവാനായി നിങ്ങൾ പലരും അക്ഷമരായി കാത്തിരിക്കുകയാണെന്ന്. എന്നാൽ കുറുക്കു വഴികളും പെട്ടെന്നുള്ള ഉപായങ്ങളുമൊന്നും ഒന്നിനും ഒരിക്കലും ഒരു പോംവഴിയല്ല. അത് രോഗാവസ്ഥകൾക്കായാലും ശരി, ജീവിതത്തിൽ വേറെ ഏത് പ്രശ്നത്തിനായാലും ശരി, ഏതൊരു കാര്യത്തിനും അതിൻ്റെ അടിസ്ഥാന പ്രശ്നം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ അതിനെ നേരാവണ്ണം നേരിടുവാനുള്ള ഒരു കരുത്ത് നമ്മൾക്ക് ലഭിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾക്ക് വ്യക്തമായി കാര്യങ്ങൾ ചെയ്യുവാൻ പറ്റുകയുള്ളൂ. അതിനാൽ തന്നെ PCODയെക്കുറിച്ച് കൂടുതലായി അറിയുന്നതിന് മുമ്പ് അണ്ഡാശയങ്ങളെക്കുറിച്ചും അണ്ഡാശയങ്ങളിലും ഹോർമോണുകളിലും മാസാമാസം നടക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചും ആർത്തവ ചക്രത്തെക്കുറിച്ചും അവയെ നിയന്ത്രിക്കുന്ന പല ഘടകങ്ങളെക്കുറിച്ചുമെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതിൽ അണ്ഡാശയങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ 2 ദിവസം മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ദയവായി അതാദ്യം കാണുക. അണ്ഡാശയങ്ങളെക്കുറിച്ചും ആർത്തവ ചക്രത്തെക്കുറിച്ചുമെല്ലാം വിശദമായി പറഞ്ഞു തരുന്ന ഏതെങ്കിലും വീഡിയോസ് മലയാളത്തിലുണ്ടോ എന്ന് ഞാൻ കുറേ അന്വേഷിച്ച് നോക്കി. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ലിങ്ക് ഇവിടെ ഞാൻ പറഞ്ഞാൽ മതിയല്ലോ, നിങ്ങൾക്ക് അത് പോയി കണ്ടാൽ മതിയായിരുന്നു. എന്നാൽ മലയാളത്തിൽ അങ്ങനെ വിശദമായി പറയുന്ന ഒരു വീഡിയോയും ഞാൻ കണ്ടില്ല, അല്ലെങ്കിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ഇംഗ്ലീഷിൽ കുറച്ച് വീഡിയോസ് ഞാൻ കണ്ടു, ഇതിനെക്കുറിച്ചെല്ലാം മനോഹരമായി പറഞ്ഞ് മനസ്സിലാക്കി തരുന്നവ, പ്രത്യേകിച്ചും ഈ അനിമേഷൻ ചിത്രങ്ങളും എല്ലാം ഉള്ള തരത്തിലുള്ളത്. എന്നാൽ അവയൊക്കെ ഇന്ത്യക്ക് പുറത്തുള്ളവർ ചെയ്തതാണ്. അവരുടെ ഉച്ചാരണമൊന്നും നമ്മളിൽ മിക്കവർക്കും മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടാണ്. അതിനാൽ തന്നെ ഇവയെക്കുറിച്ചെല്ലാമുള്ള വീഡിയോസ് ഞാൻ തന്നെ ചെയ്യണം എന്നൊരവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ ഈ അനിമേഷൻസ് ഒന്നും ചെയ്യുവാൻ അറിയില്ല കേട്ടോ. അതിൻ്റെ സോഫ്റ്റ്വെയർ ഒന്നും എൻ്റെ കയ്യിൽ ഇല്ല ഇപ്പോൾ. പിന്നീട് എപ്പോഴെങ്കിലും വരികയാണെങ്കിൽ അപ്പോൾ നോക്കാം. ഇതുപോലെ സങ്കീർണമായ വിഷയങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊക്കെ മനസ്സിലാകുന്ന രീതിയിൽ വീഡിയോ ഉണ്ടാക്കുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്, പ്രത്യേകിച്ചും മലയാളത്തിൽ. ഇംഗ്ലീഷിലാണെങ്കിൽ അത് കുറേ കൂടി എളുപ്പമായേനെ. എന്നിരുന്നാലും ഈ വക കാര്യങ്ങളെക്കുറിച്ചൊന്നും കാര്യമായിട്ടൊരു ധാരണയൊന്നും ഇല്ലാതെ ഏതെങ്കിലും രോഗാവസ്ഥകൾ വരുമ്പോൾ ആശയക്കുഴപ്പവും പരിഭ്രാന്തിയും നിങ്ങളിൽ പലരും നേരിടുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതൊക്കെ മാറ്റുവാൻ എന്നെക്കൊണ്ട് പറ്റാവുന്നതെല്ലാം ചെയ്യുകയും എനിക്കറിയാവുന്നതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരികയും ചെയ്യുവാനുള്ള എൻ്റെ തീവ്രമായ ആഗ്രഹമാണ് എനിക്ക് ഈ ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ഈ വീഡിയോസ് എല്ലാം ചെയ്യുവാനുള്ള ഒരു പ്രേരണ നൽകുന്നത്. മാത്രമല്ല, ഇപ്പോഴല്ലെങ്കിലും പിന്നീട് എപ്പോഴെങ്കിലും ആർക്കെങ്കിലുമൊക്കെ ഈ വീഡിയോസ് പ്രയോജനപ്പെടും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ വീഡിയോകളൊക്കെ ശ്രദ്ധിച്ച് കാണുക, മനസ്സിലാക്കുവാൻ ശ്രമിക്കുക, മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുവാനും ഓർക്കുക. ശരി, ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. സ്ത്രീകളിൽ പ്രത്യുൽപാദന വ്യൂഹം അഥവാ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഒരു ഗർഭാശയം, ഗർഭാശയത്തിൻ്റെ വായ്ഭാഗം അല്ലെങ്കിൽ മുഖഭാഗം എന്ന് വിശേഷിപ്പിക്കുന്ന സെർവിക്സ്, അവയിൽ നിന്നും പുറത്തേക്ക് നയിക്കുന്ന ഒരു ട്യൂബ് പോലെയുള്ള വജൈന അല്ലെങ്കിൽ യോനി, ഗർഭപാത്രത്തിന് ഇരുവശവുമായി സ്ഥിതി ചെയ്യുന്ന 2 അണ്ഡാശയങ്ങൾ, 2 അണ്ഡവാഹിനിക്കുഴലുകൾ, ഇവയൊക്കെയാണ്. ഇതുകൂടാതെ എക്സ്റ്റേണൽ ജെനിറ്റേലിയ എന്ന് പറയുന്ന ഒരു കൂട്ടം അവയവങ്ങളുമുണ്ട്. അവയെക്കുറിച്ചൊന്നും ഞാൻ ഇവിടെ കൂടുതലായി വിവരിക്കുന്നില്ല, പിന്നീട് എപ്പോഴെങ്കിലും ആകാം. ഇവയെല്ലാം കൂടുതലായി വളരുകയും പ്രവർത്തനശേഷിയും പ്രത്യുൽപാദന ശേഷിയും എല്ലാം ആർജിക്കുകയും ചെയ്യുന്നത് പ്രധാനമായും തലച്ചോറിലെ ഹൈപ്പോതലാമസ് എന്ന ഭാഗം ഉൽപ്പാദിപ്പിക്കുന്ന ഗോണഡോട്രോഫിൻ റിലീസിംഗ് ഹോർമോണിൻ്റെയും അതിന് തൊട്ട് താഴെ സ്ഥിതി ചെയ്യുന്ന പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന FSH, LH എന്നീ ഹോർമോണുകളുടെയും സ്വാധീനത്തിലാണ്. ബാല്യകാലത്തിലുടനീളം ഈ ഹോർമോണുകൾ പ്രത്യേകിച്ച് ഏറ്റക്കുറച്ചിലുകളൊന്നും ഇല്ലാതെ ചെറുതായിട്ട് ഒരു നിശ്ചിത അളവിലാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അതിനാൽ തന്നെ ബാല്യകാലത്തിൽ നമ്മുടെ ഈ അണ്ഡാശയങ്ങളും ബാക്കി പ്രത്യുൽപാദന അവയവങ്ങളുമെല്ലാം സാമാന്യം ഒരു ഉറങ്ങിക്കിടക്കുന്ന അവസ്ഥയിലാവും. പ്രത്യേകിച്ച് പ്രവർത്തനമോ വളർച്ചയോ ഒന്നും തന്നെ ഉണ്ടാകില്ല. കൗമാരപ്രായത്തിന്റെ തുടക്കത്തിൽ ഇവയിൽ കുറേശ്ശെയൊക്കെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. ഹൈപ്പോതലാമസിൽ നിന്നും പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളുടെ അളവിലും രീതിയിലുമൊക്കെ മാറ്റങ്ങൾ വന്നു തുടങ്ങും. സാധാരണ ബാല്യകാലത്തിൽ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഏറ്റക്കുറച്ചിലുകളൊന്നുമില്ലാതെ നിശ്ചിതമായ ഒരു ചെറിയ അളവിലാണ് ഈ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുക. എന്നാൽ കൗമാരപ്രായമാകുമ്പോഴേക്കും അവ ഇടവിട്ട് വ്യത്യസ്ത വേളകളിൽ വ്യത്യസ്ത അളവുകളിലായി
ഒരു സ്പേർട്സിൻ്റെ പോലെയാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഇതൊക്കെ കാരണം പ്രത്യുൽപാദന അവയവങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങളും വളർച്ചയുമെല്ലാം സംഭവിക്കും. മാറിടങ്ങളും വളർന്നു തുടങ്ങും. രോമ വളർച്ച, ശരീരത്തിലെ മറ്റു പല ഭാഗങ്ങളിലും മാറ്റങ്ങൾ ഇവയും കണ്ടു തുടങ്ങും. ഈ സമയത്ത് ആർത്തവവും കണ്ടു തുടങ്ങും. ആദ്യ ആർത്തവത്തിനെ ഇംഗ്ലീഷിൽ മെനാർക്കി എന്നാണ് വിളിക്കുന്നത്. സ്ത്രീകളിൽ ഗർഭധാരണത്തിനായി പ്രകൃതി ക്രമീകരിച്ചിരിക്കുന്ന വിസ്മയകരമായ ഒരു പ്രക്രിയയാണ് ആർത്തവചക്രം അഥവാ മെൻസ്ട്രുവൽ സൈക്കിൾ. ആദ്യാർത്തവം മുതൽ ആർത്തവ വിരാമം വരെ, അതായത് മെനാർക്കി മുതൽ മെനോപോസ് വരെ എല്ലാ മാസത്തിലും സംഭവിക്കുന്ന ഒരു പ്രക്രിയയാണ് ആർത്തവചക്രം. കുഞ്ഞിന് മുലയൂട്ടുമ്പോഴോ ഇല്ലെങ്കിൽ ആർത്തവ ആരംഭഘട്ടത്തിലോ ആർത്തവ വിരാമഘട്ടത്തിലോ കുറച്ച് മാസങ്ങളോ വർഷങ്ങളോ, അതുമല്ലെങ്കിൽ ഗർഭസമയത്തോ ഒഴികെ മറ്റെല്ലായ്പ്പോഴും എല്ലാ മാസവും ഇത് സംഭവിക്കും, പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ. ആർത്തവചക്രത്തിൻ്റെ ദൈർഘ്യം സാധാരണ 28 ദിവസമാണ്. എന്നാൽ എല്ലാവരിലും ഇത് ഇത്ര കൃത്യമായി 28 ദിവസം കൂടുമ്പോൾ വന്നുകൊള്ളണമെന്നില്ല. 21 ദിവസത്തിനും 35 ദിവസത്തിനും ഇടയ്ക്ക് ദൈർഘ്യം ഉള്ള ആർത്തവചക്രത്തിനെയും നമ്മൾ നോർമലായി കണക്കാക്കാം, അത് കൃത്യതയോടെ എല്ലാ മാസവും അങ്ങനെ തന്നെ വരികയാണെങ്കിൽ. ഹൈപ്പോതലാമസും പിറ്റ്യൂട്ടറി ഗ്രന്ഥിയും അണ്ഡാശയങ്ങളുമെല്ലാം പരസ്പര ധാരണയോടെയും ഏകോപനത്തോടെയും അഥവാ കോർഡിനേഷനോടെയും പ്രവർത്തിക്കേണ്ടത് ആർത്തവചക്രം ക്രമമായി നടക്കുവാൻ വളരെ അത്യാവശ്യമാണ്. ഇതിനായി ഒരു പ്രത്യേക സംവിധാനം തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. അത് കൗമാരപ്രായത്തിൻ്റെ തുടക്കത്തിൽ പതുക്കെ ട്രാക്കിൽ വീണ് നന്നായി പ്രവർത്തിച്ചു തുടങ്ങും. ഇതിനെ ഹൈപ്പോതലാമോ പിറ്റ്യൂട്ടറി ഒവേറിയൻ ആക്സിസ് എന്നാണ് വിളിക്കുന്നത്. ചിലപ്പോൾ ഇതൊന്ന് ട്രാക്കിൽ വീണ് നന്നായി പ്രവർത്തിച്ചു തുടങ്ങുവാൻ കുറച്ച് മാസങ്ങളോ വർഷങ്ങളോ എടുത്തേക്കാം. അതിനാലാണ് പല കൗമാരപ്രായക്കാരിലും ആദ്യത്തെ കുറച്ച് വർഷങ്ങൾ മെൻസസ് ക്രമമല്ലാതെ വരുന്നത്. എന്നാൽ ഈ പ്രായത്തിൽ ഭക്ഷണക്രമക്കേടുകൾ ധാരാളം ഉണ്ടെങ്കിലോ, ജീവിതശൈലി ആകെ മൊത്തം താറുമാറായിരിക്കുകയാണെങ്കിലോ, അമിതവണ്ണമുണ്ടെങ്കിലോ, PCOD മുതലായ അവസ്ഥകൾ വരുവാനുള്ള ജനിതകമായ പ്രവണതയോ സാധ്യതയോ ഉണ്ടെങ്കിലോ ഈ ട്രാക്കിൽ വീഴുന്നത് ചിലപ്പോൾ വൈകിയേ നടക്കുകയുള്ളൂ, ചിലപ്പോൾ അത് സംഭവിക്കുകയേ ഇല്ല. മാത്രമല്ല, ഈ പ്രായത്തിൽ ഇതൊന്നും ശരിയാക്കാതെ അവഗണിച്ച് നടക്കുകയാണെങ്കിൽ മാസങ്ങളും വർഷങ്ങളും കഴിയുന്തോറും അണ്ഡാശയങ്ങളുടെ പ്രവർത്തനത്തെ മാത്രമല്ല ശരീരത്തിലെ മറ്റു പല അവയവങ്ങളുടെയും മറ്റ് പല വ്യൂഹങ്ങളുടെയും പ്രവർത്തനത്തെയും പ്രതികൂലമായി ബാധിക്കാം. അങ്ങനെ വരുമ്പോഴാണ് പല അവസ്ഥകളും വന്നുപെടുന്നത്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം നമ്മൾക്ക് തന്നെ അറിയാം, PCOS, പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം. അപ്പോൾ ഈ കൗമാരപ്രായം ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ്. PCOD വളർന്നു വരുന്നത് ഒരു വലിയ പരിധിവരെ നിയന്ത്രിക്കുവാനും തടയുവാനും. ഇത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. മനസ്സിലാക്കിയാൽ മാത്രം പോരാ, അതിനനുസരിച്ച് ചെയ്യുകയും വേണം. പലപ്പോഴും പലരും ഈ കൗമാരപ്രായത്തിൽ ഇതൊക്കെ പാടെ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് കല്യാണം കഴിഞ്ഞ് പ്രഗ്നൻ്റ് ആവാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടാവുകയാണെങ്കിൽ അപ്പോൾ നോക്കാം എന്ന മട്ടാണ് പലർക്കും. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ PCOD കാരണം ഗർഭധാരണത്തിന് മാത്രമല്ല ബുദ്ധിമുട്ട് സംഭവിക്കുന്നത്, മറ്റു പല പ്രശ്നങ്ങളുണ്ടാകാം PCOD മൂലം. ഇതൊക്കെ ഞാൻ വരും വീഡിയോകളിൽ പറയാം. ഈ ഗൊണാഡോട്രോഫിൻ റിലീസിംഗ് ഹോർമോൺ, FSH, LH എന്നീ ഹോർമോണുകൾ കൂടാതെ മറ്റു പല കാര്യങ്ങളും ഈ ആർത്തവ ചക്രത്തെ സ്വാധീനിക്കാം. അവ തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന തൈറോക്സിൻ ഹോർമോൺ, അഡ്രിയൽ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന കോർട്ടിസോൾ ഹോർമോൺ, നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗത്തായി കാണുന്ന കൊഴുപ്പിന്റെ കലകൾ അഥവാ അഡിപ്പോസ് ടിഷ്യൂ എന്ന ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പലതരം ഹോർമോണുകൾ, പ്രൊലാക്റ്റിൻ ഹോർമോൺ, പുരുഷ ഹോർമോൺ മുതലായ ടെസ്റ്റോസ്റ്റിറോൺ, ഇവയൊക്കെയാണ്. വേറെ പല കാര്യങ്ങളുമുണ്ട്, എന്നാൽ ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ടത്. അതുകൊണ്ടൊക്കെയാണ് ഇവയുടെ എല്ലാം ഏറ്റക്കുറച്ചിലുകൾ ആർത്തവചക്രത്തെ പ്രതികൂലമായി ബാധിക്കുകയോ PCOD മുതലായ അവസ്ഥകൾക്ക് കാരണമാവുകയോ അല്ലെങ്കിൽ അവ സങ്കീർണമാക്കുകയോ ഒക്കെ ചെയ്യുന്നത്. അതെങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് PCODയുടെ കാരണങ്ങൾ എന്ന വീഡിയോയിൽ പറയാം. ആർത്തവചക്രത്തിലുടനീളമായി 3 വ്യത്യസ്ത തലങ്ങളിൽ ഒരേ സമയത്ത് മാറ്റങ്ങൾ സംഭവിക്കും. ഒന്ന്, ഗർഭപാത്രത്തിന്റെ ഉള്ളിലുള്ള ആവരണമായ എൻഡോമെട്രിയത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. 2, അണ്ഡാശയങ്ങളുടെ ഉള്ളിലുള്ള ഫോളിക്കിളുകളിലും അവ വഹിക്കുന്ന അണ്ഡങ്ങളിലും വരുന്ന മാറ്റങ്ങളും ഹോർമോണുകളിലും വരുന്ന വ്യതിയാനങ്ങളും. 3, സെർവിക്സും അവയിലെ ഗ്രന്ഥികളും ഉൽപ്പാദിപ്പിക്കുന്ന സെർവൈക്കൽ മ്യൂക്കസ് എന്ന സ്രവത്തിൽ വരുന്ന മാറ്റങ്ങൾ. ഗർഭധാരണം നടക്കുവാനും ഗർഭം നല്ല രീതിയിൽ പിടിച്ചു കിട്ടുവാനും ഇവയിൽ 3ലും നടക്കുന്ന മാറ്റങ്ങൾ ഒരുപോലെ പ്രാധാന്യമുള്ളതാണ്. PCODയെ കുറിച്ച് കൂടുതലായി അറിയുവാൻ അണ്ഡാശയങ്ങളിലും ഫോളിക്കിളുകളിലും അണ്ഡങ്ങളിലും ഹോർമോണുകളിലും വരുന്ന വ്യത്യാസങ്ങളെക്കുറിച്ചാണ് നമ്മൾ പ്രധാനമായും അറിയേണ്ടത്. അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഞാനിപ്പോൾ ഇനി ഇടാൻ പോകുന്നത്. മറ്റ് ഗർഭപാത്രത്തിലും സെർവിക്സിലും ഒക്കെ വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് PCOD പരമ്പരയ്ക്ക് ശേഷം ഞാൻ വീഡിയോസ് ഇടാം.
ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കണമെങ്കിൽ ചിലപ്പോൾ 2 3 തവണ കാണേണ്ടി വന്നേക്കാം. ഈ കിട്ടിയ അറിവ് മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക. അതിനായി വീഡിയോ ലിങ്ക് എല്ലാവർക്കും പതിവ് പോലെ അയച്ചു കൊടുക്കുക. അടുത്ത വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതുവരെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ശാന്തിയും സന്തോഷവും സമാധാനവും ആരോഗ്യവും എല്ലാം നേരുന്നു.